നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവ, നീ എവിടെയായിരുന്നു ഈ നേരം വരെ? വാ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. അമ്മേ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇതിനിടയിൽ നീ ഇനി എവിടെ പോവാ? അമ്മേ, എൻ്റെ 1-2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവർ കൊടൈക്കനാലിൽ നിന്ന് വന്നത്. അവർക്ക് ഇവിടെ ആരും പരിചയമില്ല. ഞാൻ അവരെ പിക്ക് ചെയ്തിട്ട് വന്നോളാം. ആ ശരി, നീ വൈകല്ലേ മോനെ? ഇല്ല അമ്മേ, അമ്മ ടെൻഷൻ ആവണ്ട. ചെല കാതറിൻ, നിത്യനെ നമുക്ക് തനിച്ച് കാണാൻ കഴിയില്ല. ഇനി നിത്യക്ക് ചുറ്റും ബന്ധുക്കളായിരിക്കും. പിന്നെ ഒറ്റ മാർഗേ ഉള്ളൂ. വിവാഹ മണ്ഡപത്തിലേക്ക് ജീവന് നിത്യം ചെന്ന് കയറുന്ന സമയം. അപ്പോഴായിരിക്കണം കാതറിൻ അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത്. അതുവരെ ജീവന്റെ കണ്ണിൽ പെടരുത്. കണ്ടാൽ അവനത് മറികടക്കാൻ എന്തെങ്കിലും ചെയ്യും. സാറ, കാതറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്ലീസ് കാതറിൻ. അമ്മേ, എനിക്ക് വയ്യേ. എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലേ. ആരെങ്കിലും ഒന്ന് ഓടി വരുമോ അമ്മേ? ആരാ അത്? അറിയില്ല. അയ്യോ, നോക്കാം. അയ്യോ, എന്താ എന്താ മക്കളെ? ഇവിടെ ആരാ കരഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കണ്ട. കരഞ്ഞത് ഞാൻ തന്നെയാ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയും. ഞാൻ ചിലപ്പോ ചിരിക്കുകയും ചെയ്യും. ഓരോരോ ശീലങ്ങളെ. രണ്ടാളും കൂടെ കല്യാണം മുടക്കാൻ വന്നതാ. സാറമോളെ, ഈ മണ്ഡപത്തില് ഇനി എന്തെല്ലാം നടക്കുന്നു നിനക്കറിയോ? അതിനിടയിൽ നീയും ഇടങ്കൊലിട്ടാലേ അമ്മയ്ക്ക് സഹിക്കോടി. കാതറിൻ, നീ വാ. അയ്യോ, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്, ഒന്ന് മാറിക്കേ. ദേ ജീവമോനെ, പറഞ്ഞ കാര്യം ദേ നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പോഴേ കല്യാണത്തിന് പായസം കുടിക്കുമ്പോ കാണാട്ടോ. ബൈ.
എടാ, എനിക്ക് നിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലുമില്ല. ഈ നാട്ടിലെ നിന്റെ അന്തസ്, ഇത്രയും കാലം കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം, എല്ലാരും ബഹുമാനിക്കുന്ന നിന്റെ പേര്, മോനെ, അതെല്ലാം ഒന്നിച്ചൊടുങ്ങാൻ പോവുക. എടാ മക്കളെ, ദേ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇതിൽ പിന്മാറാം. ഈ അമ്മാവൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. എടാ മക്കളെ, ഞാൻ നിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. പറയാനുള്ളതെല്ലാം നമ്മൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞു. തീരുമാനം ഉറപ്പിക്കുകയും ചെയ്തു. ഇനി എനിക്ക് മാറ്റമില്ല. എടാ മോനെ, വീണയ്ക്ക് സംഭവിച്ചതൊക്കെ മറന്ന് അവളെ സ്വീകരിക്കാനുള്ളൊരു മനസ്സെനിക്കിപ്പോ ഉണ്ട്. അത് അവൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി തൊഴുതിട്ട് വരാം. മോളെ, ഒന്നിങ്ങി വന്നേ. നീ ഹരിയുടെ പോയി തൊഴുതിട്ട് വാ. ചെല്ലേ. വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. നീ ഭഗവാനെ, എന്റെ മോനെ കാത്തോളനെ. സാറേ എവിടെയാന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നമുക്ക് മണ്ഡപത്തിലേക്ക് കയറാൻ പറ്റില്ല അച്ഛാ. കയറേണ്ടി വന്നാ കയറണം. ഏട്ടാ, സാറയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സാറ എന്തേ കാണിക്കുന്നേ? അവരിവിടെ വന്നോ അകത്തേക്ക് കയറിയോ ഒന്നും അറിയാൻ മാർഗമില്ലല്ലോ. ആ കൂടെയുള്ള പെണ്ണിന്റെ നമ്പർ ഉണ്ടോ? ഇല്ല, അത് ഞാൻ വാങ്ങിച്ചില്ല. നമുക്ക് തന്നെ പരസ്പര ധാരണയില്ലെങ്കിൽ ഇനി ഇതൊക്കെ എങ്ങനെ നടക്കും? അച്ഛാ, ചിലപ്പോ ഫോൺ ചാർജ് തീർന്നോ മറ്റോ ആയിരിക്കും. സാറ് ഉറപ്പായും നമ്മളെ വിളിക്കും. ഇനി സാറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചുവാണോ? അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് ശ്രമിച്ചതുപോലെ. സാറ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, ഈ വിവാഹം നടക്കാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.